അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് നാട്ടിൽ കൂടെ സ്വതന്ത്രമായി നടക്കാമെന്ന് ആരും വിചാരിക്കണ്ട. കട്ടവനെ പിടിച്ചിരിക്കും. പക്ഷെ ജനങ്ങൾക്കിത് ബോധ്യപ്പെട്ടുമ്പം ഇയാൾ 10 വർഷം കൊണ്ട് ഒന്നും ചെയ്തില്ല, നാട്ടിലൊന്നും ചെയ്തില്ല, ഇവിടെ ഒരു വികസനം ഉണ്ടായില്ല, ഇത് വെറുതെ കള്ളത്തരം പറയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ 300 കോടിയാണ്. കർണാടകത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ട്രില്യൺസ് ആണ് വരുന്നത്. ഇവരെന്ത് ചെയ്തിട്ടായി വർത്താനം പറയുന്നത്? ആരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്? ഏറ്റവും അവസാനം ഗൂഗിളിന്റെ ഏറ്റവും വലിയ ഫാക്ടറി വരുന്നത് വിശാഖപട്ടണത്താണ്. ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഈ മുഖ്യമന്ത്രി എത്ര തവണ വിദേശ രാജ്യങ്ങളിൽ പോയി? ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നു? അഭിമന്യുവിന്റെ കൊലപാതകം നമ്മൾ മറന്നുപോയത്. ആ അമ്മ നെഞ്ചത്തടിച്ച് പൊട്ടിക്കളി കരഞ്ഞെന്റെ പറയുമ്പോൾ അത് മറക്കരുത്. ജോസഫിന്റെ കൈവെട്ട് സംഭവം മറക്കരുത്. ഇതൊക്കെ കേരളത്തിൽ നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ രമേശ് ചെന്നിത്തല. നമസ്കാരം. സ്വാഗതം. ആ മുഖത്ത് ഒരു പിരിമുറുക്കവുമില്ല, വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ചിരിയോടെ ഞാൻ കടന്നു വന്നപ്പോൾ തന്നെ മുഖത്ത് നല്ല പുഞ്ചിരി. ഇക്കുറി UDF നേതാക്കളിലെ ജനങ്ങളാണ് ആ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. വല്ലാത്തൊരു തരംഗം തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് 2021 തെരഞ്ഞെടുപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു റിലാക്സ്ഡ് മൂഡിലാണ് അല്ലേ? തീർച്ചയായിട്ടും 2021 തെരഞ്ഞെടുപ്പ് കൺട്രോൾഡ് ഇലക്ഷനായിരുന്നു. കാരണം കോവിഡിന്റെ അതിശക്തമായ നിയന്ത്രണങ്ങൾ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പിന്നെ സർക്കാർ ഒത്തിരി ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് കൊടുത്തു. കിറ്റാണേലും മറ്റേതാണേലും മറിച്ച് അതിലൊക്കെ ജനങ്ങൾ വീണുപോയി. കാരണം ആരുടെ കുറ്റമല്ല. ആ സമയത്ത് ഈ മഹാമാരി നേരിടുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാതെ കഷ്ടപ്പെട്ട ജനങ്ങൾക്ക് കിട്ടിയ ആശ്വാസം പിണറായി വിജയൻ ഗുണമായി. ഇത്തവണ അതില്ല. 10 വർഷത്തെ ഈ നരകതുല്യമായ ഭരണ രംഗം ജനങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് പിണറായി വിജയൻ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള കോർപ്പറേറ്റ് ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ, മറുവശത്ത് അഴിമതിയെ പടിക്ക് പുറത്തു നിർത്തിയ ഒരു പ്രതിച്ഛായാണ് അങ്ങേക്കുള്ളത്. അങ്ങെന്നും ഈ അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. അതിപ്പോഴും തുടർന്ന് ഏറ്റവും ഒടുവിൽ വരെ അത് പൂർണ്ണമായും വിജയിച്ചു എന്ന് കരുതുന്നുണ്ട്. 100% വിജയിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും അഴിമതികളും ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ തന്നെ ദിനേശ് BD സഹകരണ സംഘത്തിന് കേരളത്തിലെ 1445 സഹകരണ സ്ഥാപനങ്ങളുടെ ബ്രാഞ്ചുകളുടെ സോഫ്റ്റ്വെയർ നിർമ്മാണത്തിന് വേണ്ടി 500 മുതൽ 700 കോടി രൂപയുടെ ഒരു അഴിമതിയാണ് ഞാൻ പുറത്തു കൊണ്ടുപോകും. കോടതി സ്റ്റേയും ചെയ്തു. നാണമില്ലല്ലോ ഈ ഗവൺമെന്റ് എന്ന്. ഇത്ര ഈ അവസാന കാലത്ത് പോലും പണം ഉണ്ടാക്കുന്ന നടപടിയായിട്ടാണ് മുന്നോട്ട് പോയത്. എന്താ സംഭവിച്ചത്? 227 കോടി രൂപയാണ് മാധ്യമങ്ങൾക്ക് വീതം വെച്ച് ഈ സർക്കാർ കൊടുത്തത്. എന്നിട്ട് മാധ്യമങ്ങൾ ഇപ്പോൾ കാലുവാരി. എന്താണ് ജനങ്ങളുടെ വികാരം? അതാണ്. ഇല്ല, മാധ്യമം വാങ്ങിക്കാൻ ആളുണ്ടാവില്ല. കാരണം 227 കോടി രൂപ കൊടുത്ത് കള്ളം പ്രചരിപ്പിക്കാനായിരുന്നു അവരുടെ ശ്രമം. നാട് നീളെ കോർപ്പറേറ്റുകൾ ചെയ്യുന്നത് പോലെ നാട് നീളെ ഫ്ലക്സ് വെക്കുക, വലിയ ഹോർഡിങ്സ് വെക്കുക. ഞങ്ങളുടെ പണമില്ല ഹോർഡിങ്സ് വെക്കുക. ഞങ്ങൾ വെച്ചില്ല. ഞങ്ങളങ്ങ് ഹോർഡിങ്സ് വളരെ ചുരുക്കം 10, 500, 1000 ആണ്. ഇവരെത്രയാണ്? ഇവർ 25,000 കോടിയാണ് കേരളം മുഴുവൻ വെച്ചിരിക്കുന്നത്. അല്ല, കിഫ്ബിയുടെ ചെലവിലാണ്. കിഫ്ബിയുടെ പണമാണ്. എന്നിട്ട് അത് അവസാന നിമിഷം മാറ്റിവെച്ചു. പണം മുഴുവൻ കിഫ്ബിനാണ് കൊടുത്തത്. അല്ല, അത് UDFന് അനുഗ്രഹമായില്ലേ? ഈ പിണറായി വിജയന്റെ ഫുൾ ഫിഗർ മുഖം അത് തീർച്ചയായിട്ടും അത് വളരെ ഗുണം ചെയ്തു. UDFന് തന്നെ ഈ ഫ്ലക്സുകളും ഹോർഡിങ്ങുകളൊക്കെ പ്രയോജനം ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പണമില്ല. 25,000 കോടി നോക്കാനുള്ളത് എന്തോരം പൈസ? ഏത് കിഫ്ബിയിലെ പണം എടുത്ത് കൊടുത്തു? ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞ് വെക്കുന്നതിന്റെ ഇവിടെ പണം നേരത്തെ കൊടുത്തു. അതെ, അതുകൊണ്ടാണ് വെക്കുന്നത്. അങ്ങ് ഉയർത്തിയ നിരവധി ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കൊള്ളയുടെ വളരെ വിശദാംശങ്ങളിലേക്ക് അങ്ങ് കടന്നിരുന്നു. ഇതിൽ അടുത്ത UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും. തീർച്ചയായിട്ടും. ഒട്ടുമിക്കാൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളും ഗവൺമെന്റ് തന്നെ പിൻവലിച്ചു, പുറകോട്ട് പോയി, U-turn അടിച്ചു. സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ ആരെയും വെറുതെ വിടില്ല. ഒരു സംശയവും വേണ്ട. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അവരെ ശിക്ഷിക്കാനുള്ള നടപടി ഞങ്ങളുണ്ടാകും. CBI അന്വേഷണമായിരിക്കുമോ? ഏത് അന്വേഷണമാണെങ്കിൽ അത് ഏത് വേണമെന്നുള്ള നമ്മൾ തീരുമാനിക്കും. പക്ഷേ ഇതിന്
ശക്തമായ നടപടി ഉണ്ടാവും. അയ്യപ്പന്റെ സ്വർണം കണ്ടിട്ട് നാട്ടിൽ കൂടെ സ്വതന്ത്രമായി നടക്കാമെന്ന് ആരും വിചാരിക്കണ്ട. കട്ടവനെ പിടിച്ചിരിക്കും. അങ്ങ് കഴിഞ്ഞ 5 വർഷമായി പ്രത്യേകിച്ച് പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുത്തിരുന്നില്ല. എങ്കിലും സജീവമായി ഈ സർക്കാരിനെതിരെ പൊരുതുന്നതിൽ എന്നും മുൻനിരയിലുണ്ടായിരുന്നു. മുൻനിരയിൽ എന്ന് പറഞ്ഞാൽ UDFന്റെ ഒരു ക്യാപ്റ്റൻ പദവി അങ്ങേക്ക് വാസ്തവത്തിൽ കിട്ടേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ കോൺഗ്രസ് ക്യാമ്പിനെ നോക്കി ഇടതുപക്ഷം, പ്രത്യേകിച്ച് പിണറായി പറയുന്നത് ഇവിടെ ഒരു നാഥനുണ്ട്, ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, UDFൽ ആരാണ് നേതാവ്? ഈ ഒരു ചോദ്യം പിണറായിയും LDF നേതാക്കളും ഒക്കെ ഉയർത്തുന്നുണ്ട്. ആ ക്യാപ്റ്റനാണ് പ്രശ്നം. ക്യാപ്റ്റനാണ് പ്രശ്നം. ആ ക്യാപ്റ്റന്റെ മുഖം കണ്ട് ആളുകൾ ഞങ്ങൾ വോട്ട് ചെയ്തോളൂ. അതാണ് ഞങ്ങളുടെ നേട്ടം. ഈ ക്യാപ്റ്റൻ എന്താ കേരളത്തിൽ ചെയ്ത 10 വർഷം? എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പൊ ചെറ്റേന്ന് വിളിക്കുന്നു, ആളുകളെ പരനാളിന്ന് വിളിക്കുന്നു. ഇപ്പൊ പുള്ളി വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നു. ഇപ്പൊ പിന്നെ ബിഷപ്പിനെ വിളിച്ചത് എന്താണ്, നിഷ്ഠജീവൻ വിളിച്ചത്. നാടൻ ശൈലി എന്ന LDF അത് നല്ലതാണ്. അത്ര ശൈലി ഒന്ന് തുടർന്നാൽ മതി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങ് ഇത്തരം കാര്യങ്ങളിൽ ഒരു വേറിട്ട ശൈലിയാണല്ലോ ജീവിതത്തിൽ എന്നും പുലർത്തിയിട്ടുള്ളത്. അടുത്ത ഒരു സർക്കാരിന്റെ മുഖമുദ്രയും അതായിരിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ മാന്യമായതല്ലേ ആളുകളോട് പെരുമാറുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത എത്രയോ കാര്യങ്ങൾ ആളുകൾ പറയും, എല്ലാം കേട്ടാൽ പോരെ. അതല്ലാതെ അവിടെ നമ്മളവർ മോശമായി ചിത്രീകരിക്കുന്ന ഒരിക്കലും ശരിയല്ല. അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം. ഈ പിണറായിയുടെ ധാർഷ്ട്യത്തെ കുറിച്ച് കോൺഗ്രസ് ഒരുപാട് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഈ ധാർഷ്ട്യം എന്തിനു അനുവദിച്ചു കൊടുത്തു? ജനങ്ങളുടെ മേൽ കുതിര കയറാൻ, ജനങ്ങളുടെ മേലത്ത് കുതിര കയറാൻ ജനങ്ങൾ അനുവദിച്ചു കൊടുത്തതല്ലേ? അല്ല, പക്ഷെ പിന്നീട് പ്രതിപക്ഷം അതിനെ പലപ്പോഴും ബ്ലോക്ക് ചെയ്യും. പ്രതിപക്ഷത്തിന് പറയാനല്ല പറ്റുള്ളൂ, അല്ലെങ്കിൽ ഗവൺമെന്റിനെ വിഡ്രോ ചെയ്യാനും പറ്റില്ലല്ലോ. ആ സിസ്റ്റം നമുക്കില്ലല്ലോ. സമരം അത്ര ശക്തമായിരുന്നു ഈ കാലഘട്ടത്തിൽ. സമരമൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നുമില്ല. പക്ഷെ ജനങ്ങൾക്കിത് ബോധ്യപ്പെട്ടുമ്പം ഇയാൾ 10 വർഷം കൊണ്ട് ഒന്നും ചെയ്തില്ല, നാട്ടിലൊന്നും ചെയ്തില്ല, ഇവിടെ ഒരു വികസനം ഉണ്ടായില്ല, ഇത് വെറുതെ കള്ളത്തരം പറയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. വലിയൊരു നീണ്ട 5 പതിറ്റാണ്ടുകൾ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അങ്ങേക്ക് അവകാശപ്പെട്ടതാണ്. ഈ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പിണറായി വിജയൻ ഭരിച്ച ഈ 10 വർഷം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? എന്താണ് തമ്മിലുള്ള വ്യത്യാസം? മുമ്പും LDF സർക്കാരുകളും CPM മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. ഈ 10 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ 10 വർഷം. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു ഭരണകൂടം, സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളല്ലാതെ നാടിന് വേണ്ടി ഏതെങ്കിലും ഒരു വികസന പദ്ധതി പറയട്ടെ, വൻകിട വികസന പദ്ധതി ഒന്നും പറയാനില്ല. ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിന് കൊച്ചി മെട്രോ പറയാനുണ്ടായിരുന്നു, കണ്ണൂർ എയർപോർട്ട് ഉണ്ടായിരുന്നു, വയനാട് തുരക്കം ഏറ്റവും ഒടുവിൽ പാറ പൊട്ടിച്ചു. പാറ പൊട്ടിച്ചത് കൊണ്ട് കാര്യമായില്ല, ഇത് നടക്കട്ടെ. ഇത് പാറ പൊട്ടിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. നാട്ടിൽ ഇതുപോലത്തെ റോഡുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പാലക്കാട്ടേക്ക് പോകുന്നു, തൃശ്ശൂർ പാലക്കാട്ടേക്ക് എന്നതിന്റെ പേര് അത് വന്നില്ല, കുതിരാൻ തുരങ്കം അത് വന്നില്ല. ഞങ്ങളുടെ കാലത്തിൽ ഇത് തുടങ്ങി. അതൊക്കെ നാട്ടിൽ നടക്കുന്ന റോഡുകളുടെ പദ്ധതികൾ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങൾ. പള്ളിക്കൂടം നിർമ്മിക്കുക, ഒരു പള്ളി സ്ഥാപിച്ചാൽ ഒരു പള്ളിക്കൂടം കൂടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ചാവറ അച്ഛൻ്റെ നാടായി. മിഷണറിമാർ ഇവിടെ സ്കൂൾ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്, രാജാക്കന്മാരുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ എവിടെയാണ് സ്കൂൾ കെട്ടിടം ഇല്ലാത്തത്? വികസനം മാത്രം പോരാ എന്നാണോ ഉദ്ദേശിക്കുന്നത്? വികസനം നടത്തിയിട്ടില്ല അവര്. കേരളത്തിൽ ആകെ FDI വന്ന് എത്ര 300 കോടിയാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ 300 കോടിയാണ്. കർണാടകത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ട്രില്യൺസ് ആണ് വരുന്നത്. ഇവരെന്ത് ചെയ്തിട്ടായി വർത്താനം പറയുന്നത്? ആരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഏറ്റവും അവസാനം ഗൂഗിളിന്റെ ഏറ്റവും വലിയ ഫാക്ടറി വരുന്നത് വിശാഖപട്ടണത്താണ്. ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഈ മുഖ്യമന്ത്രി എത്ര തവണ വിദേശ രാജ്യങ്ങളിൽ പോയി? ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ? വലിയ വർത്താനം പറയുന്നു. അതെന്തുകൊണ്ടാണ് അത്തരം വികസന പദ്ധതികൾ ഇവിടെ നടപ്പാക്കാൻ കഴിയാതെ പോയത്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മയാണോ, അതോ ഒരു വിഷൻ ഇല്ലാത്തതുകൊണ്ട്? ഇവിടെ ഒരു വിഷനും അവർക്കില്ല. പിന്നെ മന്ത്രിമാരെന്ത് മന്ത്രിമാർ? മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പം പണ്ടൊക്കെ വടക്കേ ഇന്ത്യയിലായിരുന്നു ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് എല്ലാ പവർ. CM ഓഫീസ് അല്ലെ PM ഓഫീസ് എല്ലാ തീരുമാനവും. പണ്ട് കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എല്ലാ മന്ത്രിമാർക്കും അതിൻ്റെതായ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു സ്വാതന്ത്ര്യം. അങ്ങ് മുഖ്യമന്ത്രി ആയാൽ ഒരു വ്യത്യസ്ത ശൈലി ആയിരിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രവർത്തനങ്ങളില് സമീപനങ്ങളിലൊക്കെ കാതലായ മാറ്റം പ്രതീക്ഷിക്കാം. എന്തായിരിക്കാം മാറ്റം? ഭരണരംഗത്ത് ഏറ്റവും ആവശ്യം ഡീസെൻട്രലൈസേഷൻ ആണ്. പിണറായി വിജയൻ എല്ലാം ചെയ്തു. എല്ലാം തന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, എല്ലാം താൻ തന്നെയാണ്. അത് ഒരിക്കലും കേരളത്തിൻ്റെ ഗുണകരമായൊരു ശൈലിയല്ല. മുഖ്യമന്ത്രി പറയുന്നത് മാത്രമേ നടക്കൂ എന്ന നിലയിൽ വന്നു.
ക്ലിപ്പിടാൻ CPI ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ബിനോയ് വിശ്വത്തിനൊക്കെ വാലി ചുറ്റി പോടി വന്നു. അത്തരമൊരു ഭരണമല്ല വേണ്ടത്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കാര്യമായി സംസ്ഥാന താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ് ഏറ്റവും ആവശ്യം. പക്ഷെ കോൺഗ്രസ് പോലെ ഒരു ആൾക്കൂട്ട പാർട്ടിയെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഒരു അംശമെങ്കിലും വേണ്ടേ? ഒരാവശ്യമില്ല. ഡിക്റ്റേറ്റർഷിപ്പ് ഇല്ലാതെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. കോൺഗ്രസിന്റെ പൊട്ടിത്തെറികള് ഒരു പൊട്ടിത്തെറിയും അതില്ല. ഇപ്പം പ്രശ്നങ്ങളൊന്നും ഭാവിയിലും ഉണ്ടാവില്ല എന്നുള്ള ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളും. അതല്ലേ ആവശ്യം. അത് ജനാധിപത്യ രീതിയിൽ. അത് തന്നെ തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ ഭരണമെന്ന് പറയുന്ന ഒരു കൂട്ടായ നേതൃത്വമാണ്, അല്ലാണ്ട് ഏകാധിപത്യമല്ല. ഡിക്റ്റേറ്റർഷിപ്പിലും പൊട്ടിത്തെറികൾ വരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ CPM നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു പിടി വിമതർ, അത് UDF വലിയ കരുത്താകുമോ അതോ ഒരു ഭാരമാകുമോ? അത് മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി. സാധാരണ ഇതൊക്കെ കോൺഗ്രസിൽ സംഭവിക്കുന്നതാണ്. എത്ര നേതാക്കന്മാരാണ് ഇത്തവണ അവരുടെ പാർട്ടി വിട്ട് മത്സരിക്കുന്നത്? അത് ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തിരിച്ചടിയാണ്. ഇപ്പം മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഒരു പരാജിതന്റെ കപട ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കടക്ക് പുറത്തെന്ന് പറഞ്ഞ എല്ലാ പത്രക്കാരെയും വിളിച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ ഇന്റർവ്യൂ കൊടുക്കാം അദ്ദേഹം. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം അദ്ദേഹം എവിടെ നിൽക്കുന്നു. ഒരു കാലഘട്ടം പരിശോധിക്കുമ്പോൾ അങ്ങ് വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ സംരക്ഷിച്ചു നിർത്തിയ ആളാണ്. കാരണം K. കരുണാകരൻ DAC ഉണ്ടാക്കി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ പുറത്തേക്ക് പോയി വലിയൊരു ഒഴുക്ക് പ്രതീക്ഷിച്ചിരുന്നു. അന്ന് I ഗ്രൂപ്പിനെ കോൺഗ്രസിനുള്ളിൽ തടഞ്ഞു നിർത്തി കോൺഗ്രസ് പാർട്ടിയെ സംരക്ഷിച്ചിരുന്നു. പക്ഷേ കാലക്രമത്തിൽ ആ ഒരു പാരമ്പര്യത്തിന്റെ ആ ഒരു ശൈലിക്ക് വലിയ അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതല്ലേ സത്യം? അതൊക്കെ ലഭിച്ചിട്ടില്ലായിരിക്കാം, ഒരാൾക്ക് സത്യം. പക്ഷേ എൻ്റെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് പാർട്ടിയാണ് വരുന്നത്. എന്നെ അവഗണിച്ചപ്പോഴും എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കിയപ്പോഴും ഒന്നും ഞാൻ പൊട്ടിത്തെറിക്കാതിരുന്നത് ആ പാർട്ടിയെ കണ്ടുകൊണ്ടാണ്, പാർട്ടിയുടെ നയങ്ങൾ കാരണം. ഉമ്മൻചാണ്ടി അവലംബിച്ച ഒരു വിശാല കാഴ്ചപ്പാട്, വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിൽ ആ ഒരു ശ്രേണിയിൽ, പഴയ തലയെടുപ്പുള്ള നേതൃശ്രേണിയിൽ അവശേഷിക്കുന്നത് അങ്ങാണ്. ആ ഒരു മെയ്വഴക്കം, പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ പാർട്ടിയെ ചേർത്ത് പിടിക്കുന്നു. ഇപ്പോൾ K. സുധാകരൻ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ പെട്ടെന്ന് K. സുധാകരനെ പാർട്ടിയിലേക്ക് ചേർത്ത് പിടിക്കുന്നു. പാർട്ടിയിൽ തന്നെ ചില വിമത സ്ഥാനാർത്ഥികൾ തലപൊക്കിയപ്പോൾ അവരെ പെട്ടെന്ന് സംസാരിച്ച് തണുപ്പിക്കുന്നു, ശാന്തരാക്കുന്നു. മറ്റു ചില നേതാക്കൾ അവരുടെ സംഭാഷണ ശൈലിയിലും പ്രവർത്തനത്തിലുമൊക്കെ ധാർഷ്ട്യം പുലർത്തുന്നു എന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് ഈ ഒരു മെയ്വഴക്കം. ഇതല്ലേ വാസ്തവത്തിൽ കോൺഗ്രസിന് വേണ്ടത്? അല്ല, അതാണ് കോൺഗ്രസിന് വേണ്ടത്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. എല്ലാവരെയും ചേർത്ത് പിടിക്കുക, യോജിപ്പിച്ചു കൊണ്ടുപോകുക, അവിടെയാണ് പാർട്ടി ഉള്ളത്. ഇപ്പം എല്ലാവർക്കും എല്ലാവരുടേതായ താല്പര്യങ്ങളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല, കേരളം ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ലോകം അത്രമാത്രം ഓപ്പണാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ശൈലിയാണ് ആവശ്യം. പഴയ ഹൈക്കമാൻഡ് അല്ല. അപ്പോൾ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ജനങ്ങൾ പോലും സംശയിക്കുന്നു. പല കാര്യങ്ങളിലും പല അഭിപ്രായ വ്യത്യാസങ്ങൾ പുലർത്തുന്നു. ജനാധിപത്യ രീതിയിലായിരിക്കാം. ഇപ്പോഴത്തെ ഹൈക്കമാൻഡുമായി ഒത്തുപോകാനൊക്കെ പറ്റുമോ? തീർച്ചയായിട്ടും. ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിക്ക് വസ്തുതകളെല്ലാം അറിയാവുന്ന ആളാണ്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം വളരെയേറെ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കരുത്തനായ നേതാവായ രാഹുൽ ഗാന്ധി വളർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പുത്തൻ പുല്ലരി തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. മുസ്ലിം സമുദായത്തിന്റെ ഏകീകരണം UDF ഉണ്ടായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി ഇപ്പോൾ SDPI LDF ക്യാമ്പിലെത്തി. SDPI വലിയ മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. മുസ്ലിം സമുദായം ഒന്നാകെ LDF-നെ ഇക്കുറി പിന്തുണയ്ക്കണം, അത് RSS-നെ BJP-യെ തടഞ്ഞു നിർത്താൻ അനിവാര്യമാണ് എന്ന നിലപാട് അവർ കൈക്കൊണ്ടിരിക്കുന്നു. ഇതൊരു മുസ്ലിം സമുദായത്തിൽ സ്പ്ലിറ്റിലേക്ക് എത്തുമോ? SDPI ഒരിക്കലും മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടില്ല. അവരത് വികലമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെയും RSS-നെയും ഒരുപോലെ നമ്മൾ എതിർക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരുമായി ഞങ്ങളൊരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. അവര് ഇപ്പോൾ ചെയ്യുന്ന ആത്മഹത്യാപരമാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർക്കേണ്ടത് കേരളത്തിൽ ഇടതുപക്ഷത്തെയും ദേശീയ തലത്തിൽ BJP-യുമാണ്. അതിന് പകരം അവര് ഇടതുപക്ഷത്തിനോടൊപ്പം ചേക്കേറിയത് ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. അത് ആ പിന്തുണ സ്വീകരിച്ചവരെയാണ് നമ്മൾ കാണേണ്ടത്. അഭിമന്യുവിന്റെ കൊലപാതകം നമ്മൾ മറന്നുപോയത്. ആ അമ്മ
നെഞ്ചത്തടിച്ച് പൊട്ടിക്കളി കരഞ്ഞെൻ്റെ പറയുമ്പോൾ അത് മറക്കരുത്. ജോസഫിന്റെ കൈവെട്ട് സംഭവം മറക്കരുത്. ഇതൊക്കെ കേരളത്തിൽ നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മറുവശത്ത് ജമാഅത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ UDF-നൊപ്പമല്ലേ എന്നവർ പരിഹസിക്കുന്നത്. അല്ല, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങളൊരു പൊളിറ്റിക്കൽ ധാരണയില്ല. പിന്നെ അവര് BJP-യെയും CPM-നെയും തടഞ്ഞു നിർത്താൻ ഞങ്ങളാണ് നല്ലത് എന്ന് കണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു കാലഘട്ടം മുഴുവൻ LDF-നെ ചേർത്ത് പിടിച്ചവരാ. അന്ന് അവർ നല്ല ആളുകളായിരുന്നു. ഒരു കാലഘട്ടം മുഴുവൻ ജമാഅത്തിന്റെ വോട്ട് അവർക്ക് LDF-നായിരുന്നു. അത് അന്ന് ഒരു പുരോഗമന ശക്തിയായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്നപ്പോഴാണ് അവർക്ക് പുരോഗമനം നഷ്ടപ്പെട്ടു. ഞങ്ങളെ പിന്തുണച്ചപ്പോഴാണ്. അങ്ങയിലേക്ക് കൂടുതൽ പിന്തുണ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ, മറ്റ് ചില സാമുദായിക സംഘടനാ നേതാക്കൾ, ക്രിസ്ത്യൻ സഭയിലെ ചില ബിഷപ്പുമാർ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നമുക്കറിയാം കെ സുധാകരൻ, PJ കുര്യൻ, എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത് അങ്ങ് മുഖ്യമന്ത്രിയാകണമെന്നാണ്. മറ്റൊരു വ്യക്തിക്കും ഈ ഒരു പിന്തുണ ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നോ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് പാർട്ടി ഇപ്പോഴും അറച്ചു നിൽക്കുന്നത് തങ്ങളുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ? ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയും. ഇപ്പൊ ആ ചർച്ച അനാവശ്യം. കാരണം ഇപ്പം നമ്മുടെ ലക്ഷ്യം പാർട്ടി അധികാരത്തിൽ വരിക, അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് ഉണ്ടാകുന്നില്ല എങ്കിൽ പാർട്ടി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തയാളാണ്. പാർട്ടി ആദ്യം വരട്ടെ, അത് കഴിഞ്ഞാൽ കാലം. അല്ല, ഇതേ തലത്തിൽ മുമ്പൊരിക്കൽ ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ പോലും അങ്ങ് നിശബ്ദനായി നിന്നു. എപ്പോഴും ആ നിശബ്ദതയാണ് അങ്ങേക്ക് പല നഷ്ടങ്ങൾക്കും കാരണമാകുന്നത്. വ്യക്തിപരമായ നഷ്ടങ്ങളോ നഷ്ടബോധമോ എനിക്കില്ല. എൻ്റെ പാർട്ടിയാണ് വലുത്, പാർട്ടിയുടെ ഉയർച്ചയാണ് വലുത്. 26-ാം വയസ്സിൽ MLA, 28-ാം വയസ്സിൽ കേരളത്തിലെ ഒരു യുവമന്ത്രി, അവിടെ നിന്ന് തുടങ്ങിയ കരിയർ പിന്നീട് ഡൽഹിയിലും ഒക്കെ മിന്നിത്തിളങ്ങുന്നത് കണ്ടു. ഏറ്റവും ഒടുവിൽ ഇവിടെ എത്തി നിൽക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ആർജവത്തോടെ നമ്മൾ അർഹിക്കുന്ന സ്ഥാനങ്ങൾ എത്തിപ്പിടിക്കണ്ടേ? അത് വരട്ടെ, സമയമുണ്ടല്ലോ. ചർച്ച ചെയ്യാം. എന്തായാലും വിജയം ഉറപ്പായിട്ട് വിജയം. എത്ര സീറ്റ്? 100 സീറ്റാണ് ലക്ഷ്യം. നോക്കാം. പക്ഷെ ഇപ്പൊ ഈ സർവേയിലൊക്കെ 80 പറയുന്നുള്ളൂ. 70. സർവേ പറയുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. സർവേ എന്തെല്ലാം പറയും, അതിനൊന്നും നമ്മൾ വിശ്വസിക്കണ്ട. 1,00,000 വോട്ടർമാരുടെ അടുത്ത് 1000 വോട്ടർമാരെ എടുത്തിട്ട് അഭിപ്രായം തീരുമാനിക്കുന്നവരാണ് ഈ സർവേക്കാർ. അത് പലതും താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ്. പല സർവേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്യും. ഇന്ന് ദുഃഖവെള്ളിയാണ്. അങ്ങേക്ക് ഒരു ദുഃഖവെള്ളിയായിട്ട് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? കേരളത്തിലെ ആളുകളോട് ത്യാഗത്തിന്റെ സ്മരണയാണ് ദുഃഖവെള്ളി ഉയർത്തുന്നത്. ഈസ്റ്റർ വരാൻ പോകും. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഘട്ടമാണ് ഈസ്റ്റർ. ത്യാഗത്തിൽ നിന്നും വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ ഉള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലോകത്തുണ്ടാകട്ടെ. യഹോവ ആ നിലയിൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴികളിലൂടെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാറുള്ളത്. ഏപ്രിൽ 9 ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പും പ്രതീക്ഷിക്കാം. നമസ്കാരം.